ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. നാവ് കൊണ്ട് ഞങ്ങൾ ചെയ്തതായ പാപങ്ങൾ, അങ്ങയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും വിരുദ്ധമായി ഞങ്ങൾ പ്രവർത്തിച്ചതായ തിന്മകൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ സമയത്ത് സർവശക്തനായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കുവാൻ ഇടവരട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങുവാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും കരുതുന്ന വലിയ അനുഭവവും ദൈവമായ കർത്താവേ ഇപ്പോൾ ഇറങ്ങുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുതുന്ന വലിയ കരുതലിനായിട്ട് നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, വചനം സ്വീകരിക്കുവാനായി ഈ പ്രിയപ്പെട്ടവരെ അഭിഷേകം ചെയ്യണമേ. ഇവരുടെ കുടുംബം, ഇവരുടെ മക്കൾ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ആത്മീയമായി വർധനവിലേക്ക് വരുവാൻ ഇവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രയാസത്തോടും വേദനയോടും കൂടെ ആയിരിക്കും ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ കർത്താവേ, അവർക്ക് ആശ്വാസകരമായ തിരുവചനം ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമീൻ. കൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നും പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. പത്രുസ്ലീഹയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ എന്ന് പറയുന്നത് പത്രുസ്ലീഹയാണ്. യാക്കോബിന്റെ അടുത്ത് നിന്ന് കുറച്ച് ആളുകൾ പത്രുസ്ലീഹയുടെ അരിയിലേക്ക് വരുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് സ്ലീഹയുടെ കൂടെയുള്ളവർ പരിച്ഛേദന ഏറ്റവരായ യഹൂദ ക്രിസ്ത്യാനികളോടുകൂടെ പ്രവർത്തിച്ചിരുന്ന, അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. എന്നാൽ പത്രുസ്ലീഹ കുറച്ചുകൂടി ആത്മീയ വെളിപ്പാടുകളെ സ്വീകരിച്ച വ്യക്തിയാണ്. കാരണം നമുക്കറിയാം, കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ദൈവം പത്രുസ്ലീഹയാണ് അയച്ചത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പത്രുസ്ലീഹയെ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് അയച്ചതിനേക്കാൾ ഉപരിയായി ജാതികളുടെ ഇടയിൽ അഗ്രചർമ്മമുള്ള, പരിച്ഛേദനമേൽക്കാത്ത ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തത് പൗലോസ്ലീഹയാണ്. അപ്പൊ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും വളരെയധികം ഐക്യമത്യപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്തുകൊണ്ടെന്നാൽ പത്രോസ്ലീഹായ്ക്കാണ് ദൈവം ശ്ലൈഹികമായ അഭിഷേകത്തിന്റെ ഉന്നതാധികാരം കൊടുത്തത്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹായുടെ മിഷൻ അത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരേ ആത്മാവുള്ളവരായി മാറാൻ വേണ്ടി പത്രുസ്ലീഹായിക്ക് ദൈവം ദർശനങ്ങളെ കൊടുത്ത് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ശുശ്രൂഷയ്ക്കായി അയച്ചു. പൗലോസ്ലീഹായെ ജാതികളുടെ ഇടയിൽ പരസ്യ ശുശ്രൂഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്ത് അയച്ചു. ഇവർ രണ്ടും തമ്മിൽ ആത്മീയമായ ചില ഐക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് ഇന്നുമുണ്ട് എന്നോർക്കുക. ഇന്നും നമ്മളുടെ ഇടയിലുണ്ട്. അഭിഷേകം സ്വീകരിച്ചവരായ ഓരോ വ്യക്തികൾക്കും സത്യം അറിയാം എന്താണ് സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം, എങ്ങനെയാണ് സുവിശേഷം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ പത്രോസ്ലീഹ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, പത്രോസ്ലീഹ ചിലരെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. യാക്കോബിന്റെ അടുത്തുനിന്ന് ആളുകൾ വരുന്നതിന് മുമ്പ് വരെ ഈ അഗ്രചർമ്മക്കാരോടുകൂടി ഭക്ഷണം കഴിച്ച് സഹവർത്തിച്ചിരുന്ന ഈ പത്രോസ്ലീഹ അവര് വന്നപ്പോൾ അങ്ങ് മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ ചെറിയ രീതിയിൽ വിമർശിക്കുന്ന ഭാഗം കൂടിയാണത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ക്രിസ്തു ലോകത്തിലെല്ലാവർക്കും ഒരുപോലെയാണ് നന്മയും അനുഗ്രഹവും കൃപയും ഐശ്വര്യവും കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് പൈശാചികമായ ശക്തിയാണ്. എല്ലാവരും ഒരു ശരീരത്തിന്റെ
യേശുവിന്റെ ശരീരത്തിന്റെ പരിശുദ്ധമായ സഭയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുവാനും എല്ലാവരെയും അങ്ങനെ ചേർത്ത് പിടിക്കാനുമാണ് സഭയുടെ ശ്ലൈകികമായ അഭിഷേകങ്ങൾ, അപ്പോസ്തലന്മാർക്ക് തുല്യമായ അഭിഷേകങ്ങൾ ഓരോ പ്രിയപ്പെട്ടവർക്കും കൊടുത്തത്. ഒരിക്കലും അഭിഷേകം പ്രാപിച്ചവർ അങ്ങനെ മാറി നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധാരണ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന കേൾക്കുന്ന നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം എന്താണെന്നറിയാമോ? വിഭാഗിതകൾ കൂടാതെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി സന്തോഷിക്കുവാനും ദൈവം തരുന്ന മെസ്സേജസ് സ്വർഗത്തിൽ നിന്ന് ഏറ്റെടുക്കാനും ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിഭാഗിതകളില്ലാത്ത, വകതിരിവുകളില്ലാത്ത യേശുവിന്റെ ശരീരമാകുന്ന ശ്ലൈകികമായ പരിശുദ്ധ സഭയുടെ അംഗങ്ങളായ ജീവിതത്തെ വിജയത്തിന്റെ പാതയിൽ കൊണ്ടുപോകാനാണ്. ആ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടേക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുക, ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിലേക്ക്, കർത്താവ് നൽകിയ വിഭാഗിതകളില്ലാത്ത യേശുവിന്റെ ശരീരമാകുന്ന ഐശ്വര്യത്തിലേക്ക് എന്നെ ചേർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചേർക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ വലിയൊരു ഉത്തരം കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവും ദൈവമായുള്ളവേ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുത്തല്ലോ. വിഭാഗിതകളില്ലാത്ത യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്ന ശ്ലൈഹികവും അപ്പോസ്തോലികവും വിശുദ്ധവും ഏകവുമായ പരിശുദ്ധ സഭയുടെ ഭാഗമായി കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, സാത്താനെ വെറുത്തുപേക്ഷിക്കുവാൻ, ദൈവത്തിന്റെ പൈതലായി ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ മേലെ കർത്താവ് വലിയ അഭിഷേകത്തെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ, വിശുദ്ധിക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ദൈവവഴിയിൽ ഇവർ നടക്കട്ടെ, ഇവരുടെ ജീവിതം അനുഗ്രഹമാകട്ടെ, ഇവരുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഇവർ ആത്മീയമായി വർധനവ് സ്വീകരിക്കട്ടെ. ഇവരുടെ മക്കളും കുഞ്ഞുങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാ വഴികളും ദൈവം അനുഗ്രഹിച്ചതായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ട്. പകൽ നേരത്തെ 2 മണിയുടെ ഈ ചെറിയ പ്രാർത്ഥനാ യോഗം, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ആ പ്രാർത്ഥനാ യോഗം, രണ്ടും ഉപയോഗിക്കുവാനും നിങ്ങളുടെ ജീവിതം കൂടുതൽ സമർത്ഥമായി തീരുവാനും അത്യുന്നതനായ ദൈവം നിങ്ങളെ വാഴ്ത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.